നമസ്കാരം. രാത്രി ചാണകക്കൂനയാണെന്നോർത്ത് ആനയെ വാരിയ രാമൻ നായരുടെ കഥ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാത്രി ചാണകം മോഷ്ടിക്കാൻ ഇറങ്ങിയതായിരുന്നു രാമൻ നായർ. ഇരുട്ടിൽ ചാണകക്കൂനയാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയായിരുന്നു. ആനവാരിയുടെ കോപം ഒരിക്കലും അണ പൊട്ടാറില്ല. കത്തിജ്വലിക്കുന്ന ദേഷ്യം തൊട്ടടുത്ത നിമിഷം ആറി തണുത്തു പോവും. മൂക്ക് ചെത്തി ഉപ്പിലിടുമെന്നൊക്കെ പറയുന്നതല്ലാതെ ആനവാരി രാമൻ നായർ ഇതൊന്നും ചെയ്യാറില്ല. കടുവാക്കുഴിക്കുന്നടങ്ങുന്ന 9 മൈൽ ചുറ്റളവിനുള്ളിലെ ഈ ദേഷ്യക്കാരൻ പ്രമാണിയെപ്പോലെയാണ് നമ്മുടെ AK ബാലൻ സഖാവ്. AKG സെൻറ്ററിൻ്റെ ഒരു 5 മൈൽ ചുറ്റളവിൽ എപ്പോഴും ഉണ്ടാകും AK ബാലൻ. കാണുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ശുണ്ഠി കാണാൻ ഭയങ്കര രസമാണ്. കത്തി ജ്വലിക്കുന്നതായി തോന്നും, പക്ഷേ പെട്ടെന്ന് ആളങ്ങ് തണുക്കും. രാമൻ നായർ ആനയെന്ന് കരുതി ചാണകക്കൂന വാരിയതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും കയ്യിൽ കിട്ടുന്ന വിവാദങ്ങളെല്ലാം വാരുന്ന ഒരു പതിവുണ്ട് ഈ AK ബാലന്. AK ബാലൻ വാരിയ വിവാദങ്ങളെല്ലാം കയ്യിൽ കുഴഞ്ഞു പറ്റുന്നതാണ് പതിവ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന് ഒറ്റ പ്രസ്താവന നടത്തിയതേ ഉള്ളൂ. പിന്നെ 7-ൻ്റെ അന്നാണ് ബാലൻ തലപൊക്കിയത്. പാർട്ടി അതിൽ പിന്നെ തലപൊക്കിയിട്ടേയില്ല. ഓർക്കുന്നില്ലേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആ പരാമർശം? LDF ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഇവിടെ വീണ്ടും മാറാട് ലഹള നടക്കുമെന്നാണ് പ്രവചിച്ചത്. സത്യത്തിൽ ഈ മനുഷ്യനെ ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? വീണമോളുടെ മാസപ്പടി കേസിനെ ഇതുപോലെ ന്യായീകരിച്ച് കുളമാക്കിയ ഒരു നേതാവ് വേറെയില്ല. SFIയുടെ കാര്യത്തിൽ മുതൽ പിണറായി വിജയൻ്റെ കുടുംബകാര്യത്തിൽ വരെ കയറി ഇടപെട്ട് കളയും. പിണറായി വിജയനും കുടുംബവും ഗോളാന്തര യാത്രയ്ക്കായി മലേഷ്യയിലേക്ക് പോയപ്പോൾ ഈ ബാലൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇവിടെ നിന്ന് കൂയി എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരമേ ഉള്ളൂ മലേഷ്യയ്ക്ക് എന്നായിരുന്നു. പിണറായി വിജയനും ക്യാബിനറ്റും കൂടെ നാടാകെ നിരങ്ങാൻ 1.5 കോടി മുടക്കി ഒരു ബസ് വാങ്ങിയതിനെപ്പറ്റിയും ബാലൻ അഭിപ്രായം പറഞ്ഞത് ചരിത്രത്തിലുണ്ട്. ആവശ്യം കഴിഞ്ഞ് മ്യൂസിയത്തിൽ വെച്ചാലും അത് കാണാൻ ജനപ്രവാഹമായിരിക്കുമെന്ന്. ഇപ്പോൾ ബാലൻ്റെ പാർട്ടി തന്നെ മ്യൂസിയത്തിലായ അവസ്ഥയിലാണ്. അന്തംകമ്മി എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഇൻഷ്യലാണ് ബഹുമാനപ്പെട്ട ബാലൻ സഖാവിൻ്റേത്, AK. ഇപ്പോൾ പുള്ളിയുടെ പ്രശ്നം മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പിണറായി വിജയനെ കെട്ടിപ്പുണരാത്തത്? നമ്മളൊക്കെ എത്ര ആലോചിച്ചിട്ടും അതിന് മറുപടി കിട്ടിയില്ല. പക്ഷേ യഥാർത്ഥ സത്യം ഇതാണ്. ഒന്നാമത് അദ്ദേഹം ഈ സവർണറെ മാത്രമേ അയാൾ കെട്ടിപ്പിടിക്കൂ. ഇയാൾ സവർണനല്ലല്ലോ. അതായിരിക്കുമല്ലോ. ഞാൻ കെട്ടിപ്പിടിക്കില്ല, മോഡിനെ ഞാൻ കെട്ടിപ്പിടിക്കും. രാഹുൽ ഗാന്ധി സവർണരെ മാത്രമേ കെട്ടിപ്പിടിക്കാറുള്ളൂ. മോദിയെ കെട്ടിപ്പിടിക്കുന്നതും പിണറായിയെ കെട്ടിപ്പിടിക്കാത്തതും അതുകൊണ്ടാണത്രേ. ജാതി എന്ന മറ്റവനാണ് വിഷയം. ഇത്രയും പറഞ്ഞ ശേഷം ബാലൻ സഖാവ് ഒരു പാട്ട് പാടും എന്ന് കരുതിപ്പോയി. നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ജാതി വിട്ടൊരു കളി ബാലനില്ല. നമ്മുടെ എങ്ങാനും മുമ്പിൽ വന്ന് പെടുകയായിരുന്നെങ്കിൽ ഈ ബാലനെ നമുക്ക് ആലിംഗനം ചെയ്ത് തവിട് പൊടിയാക്കാമായിരുന്നു. ഈ വിപ്ലവകാരി വായ തുറന്നാൽ ജാതിയും മതവും വർഗീയതയും മാത്രമേ പറയൂ. രാഹുൽ ഗാന്ധി സവർണനാണ്, പിണറായി വിജയൻ അവർണനാണ്. ഇതാണ് ബാലൻ്റെ കണ്ടെത്തൽ. നരേന്ദ്രമോദി സവർണനല്ല എന്ന് താങ്കൾക്ക് അറിയാതെ പോയല്ലോ. അദ്ദേഹം OBC ആണ്. പിണറായി സഖാവും അതുതന്നെ. പക്ഷേ പിണറായി വിജയനേക്കാൾ വലിയൊരു മഹാബ്രാഹ്മണൻ ഈ കേരള രാഷ്ട്രീയത്തിലുള്ളതായി തോന്നുന്നില്ല. പൂണൂലും കുടുമയും ഗായത്രി മന്ത്ര ജപവും ഇല്ലെന്നേ ഉള്ളൂ. അടിമകളെയും ആശ്രിതരെയും പ്രജകളെയും 36 അടി അപ്പുറത്തല്ലാതെ അദ്ദേഹം നിർത്താറുണ്ടോ ബാല? മാത്രവുമല്ല, പിണറായി വിജയൻ്റെ ആലിംഗനം ഏറ്റുവാങ്ങാനായി കേരളത്തിലേക്ക് വന്നത് നിസാരക്കാരായിരുന്നില്ലല്ലോ. ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കാശ്മീരി ആപ്പിളിൻ്റെ നിറവുമുള്ള ഫാറൂഖ് അബ്ദുള്ളയെ പിണറായി വിജയൻ കെട്ടിപ്പുണർന്നത് ഓർമ്മയില്ലേ? പാലസ്തീൻ സ്ഥാനപതിയായിരുന്ന അബ്ദുള്ള അബൂ ഷാവേഷിനെ പിണറായി വിജയൻ ആലിംഗനം ചെയ്യുന്നതും ബാലൻ കണ്ടില്ലേ? ഒന്നും കാണാതെ പിണറായി ആരെയും കയറി ആലിംഗനം ചെയ്യാറില്ല. ഫാറൂഖ് അബ്ദുള്ളയും പാലസ്തീൻ്റെ സ്ഥാനപതിയുമൊക്കെ CPMൻ്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തിനായുള്ള ഒന്നാന്തരം മെറ്റീരിയൽസാണ്. ലോകം മാറിയതൊന്നും അറിയാതെ രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇപ്പോഴും മുതലെടുപ്പ് നടത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ കുറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. രാഹുൽ ഗാന്ധി ഹിന്ദു, പാഴ്സിയും ക്രിസ്ത്യനും ചേർന്നുള്ള ഒരു മിക്സഡ് ഉൽപ്പന്നമാണെന്ന് ഈ ബാലന് അറിയാമോ എന്തോ? പാഴ്സികൾ ഇന്നത്തെ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണെന്നാണ് കരുതപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ പിതൃപരമ്പര പാഴ്സി മതവിഭാഗത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായ ഫിറോസ് ഗാന്ധി മുംബൈയിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് രാജീവ് ഗാന്ധിയും പാഴ്സി വംശത്തിലാണ്.
എന്നാൽ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി പിന്തുടരുന്നത് ഹിന്ദുമത വിശ്വാസങ്ങളെയാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ക്രിസ്ത്യാനിയാണെന്ന് ബാലൻ അറിയാമോ? അവരൊന്നും ജാതിയും മതവും നോക്കിയ മനുഷ്യനെ വേർതിരിച്ച് കാണുന്നവരല്ല ബാല. എന്താ ബാല മനസ്സ് നന്നാകാത്തത്? ഇത്ര പ്രയാസമാണെങ്കിൽ പിണറായി വിജയനെ പോയി കെട്ടിപ്പുണരൂ ബാല. ആ നെഞ്ചിടിപ്പിൻ്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കൂ. ഇങ്ങനെയൊക്കെ 40 വട്ടം ജാതിമത ചിന്തകളുമായി നടക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷക്കാരനാകുന്നത്? പാർട്ടി ബാലൻ്റെ കാര്യമേ മറന്നിരിക്കുകയാണ്. ഇങ്ങനെ വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും ഒന്ന് തട്ടിമൊളിച്ചിട്ട് പോയില്ലെങ്കിൽ ബാലൻ ജീവിച്ചിരിക്കുന്നതിന് യാതൊരു തെളിവുമില്ല. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് പിണറായി വിജയനെ രാഹുൽ ഗാന്ധിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുക? കഴിഞ്ഞ 10 വർഷം ഭരണത്തിലിരുന്ന മനുഷ്യൻ കാട്ടിക്കൂട്ടിയതൊക്കെ ഇന്ത്യയാകെ അറിഞ്ഞ മഹാസംഭവങ്ങളാണ്. രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ നിന്നും സകലതും കെട്ടിപ്പൊതിഞ്ഞ് ഭാര്യാസമേതനായി സ്ഥലം വിട്ട പുള്ളിയാണ് ഈ പിണറായി സഖാവ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ. ബാലാനാം രോദനം ബലം എന്നാണ് ശാസ്ത്രം. അതായത് ബാലന്മാർക്ക് കരച്ചിലാണ് പഥ്യം. ഇതേ ബാലൻ്റെ മറ്റൊരു സങ്കടം എന്താണെന്ന് അറിയില്ലേ? വീണ ജോർജിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരനാണത്രേ. വീണയെ ഇതുപോലെ അപമാനിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല, മുരളി അല്ലാതെ. ഇപ്പോഴെല്ലാം തിരിച്ചടിച്ചില്ലേ എന്നാണ് ബാലൻ്റെ ചോദ്യം. അതിന് ബാലൻ ഷേക്സ്പീരിയൻ കഥാപാത്രമായ നെമസിസ് എന്ന ദേവതയെയും കൂട്ടുപിടിച്ചു. പക്ഷേ ഈ നെമിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ഷേക്സ്പീരിയൻ കൃതികളിൽ. പ്രതികാര ദേവത എപ്പോഴെങ്കിലും തിരിച്ചടിക്കും. പക്ഷേ ബാലൻ പറഞ്ഞ ദേവത ഗ്രീക്ക് പുരാണത്തിലേതല്ലേ എന്നൊരു സംശയം. തെറ്റായി പ്രവർത്തിക്കുന്നവർക്കും അഹങ്കാരികൾക്കും അർഹമായ ശിക്ഷ നൽകുന്ന ഒരു പ്രതികാര ദേവതയാണ് നെമേസിസ്. ഈ പ്രതികാര ദേവത അഹങ്കാരം കാണിക്കുന്നവരെയും അർഹതയില്ലാത്ത വിധം അധികം സമ്പത്തോ സന്തോഷമോ അനുഭവിക്കുന്നവരെയും ശിക്ഷിക്കുന്നവളാണ്. പക്ഷേ ബാല, ഈ പ്രതികാര ദേവത ശരിക്കും പ്രതികാരം ചെയ്തത് പിണറായി വിജയനോടും നിങ്ങളുടെ പാർട്ടിയോടുമല്ലേ? ഇപ്പോൾ അത്യധികമായി സന്തോഷിക്കാൻ പിണറായി വിജയനും പാർട്ടിക്കും വല്ലതുമുണ്ടോ? അധികം സമ്പത്ത് കൈവശം വെച്ച വീണാട്ടി എന്ന മകളെ ഇപ്പോൾ ED വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ? അവരുടെ സമ്പത്തെല്ലാം അവർ മരവിപ്പിച്ചില്ലേ? ഇതുവരെ AK ബാലൻ്റെ മാനസപുത്രിയായിരുന്നു പിണറായി വിജയൻ്റെ മകൾ വീണാട്ടി. വീണാട്ടിയെ പാർട്ടി കൈവിട്ടതോടെ പുള്ളി വീണ ജോർജിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. കെ മുരളീധരൻ മാത്രമല്ല, ഈ കേരളത്തിലെ കമ്മികൾ ഒഴിച്ചുള്ള സകല മനുഷ്യർക്കും വീണ ജോർജിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയായിരുന്നു. അവർ സാരി ഉടുത്ത പിണറായിയായി സ്വയം നടിക്കുകയായിരുന്നു. അവർ ആരോഗ്യരംഗം താറുമാറാക്കി. ഒന്നും ചെയ്യാൻ കഴകത്തില്ലാതെ റിപ്പോർട്ട് തേടൽ മാത്രമായി പരിപാടി. ഇപ്പോൾ ആശുപത്രിയാകെ ഉണർന്നിരിക്കുകയാണ്. ആർക്കും സമീപിക്കാവുന്ന തരത്തിൽ സുതാര്യമായ ശൈലിയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടേത്. അതുകൊണ്ട് വീണ ജോർജിനെ എന്നെങ്കിലും എരണം കെട്ട എന്ന് മുരളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത് ശരിയായിരുന്നു. മുക്കിൽ മുറുക്കാൻ കടയുടെ പടിയിൽ കുത്തിയിരുന്ന് കുശുമ്പ് ചൊറിഞ്ഞു പരത്തുമെന്ന് കവി കടമ്മനിട്ട രാമകൃഷ്ണൻ പാടിയിട്ടുണ്ട്. വേറെ ഒരു പൊഴുതോക്കുമില്ലാതെ ബാലൻ AKG സെൻറ്ററിൻ്റെ മുമ്പിലുണ്ട്. ഒരൊറ്റ കോളുവായിൽ 100 അഭിപ്രായങ്ങൾ പറയും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് AK ബാലൻ പ്രസംഗിച്ചത് ഈ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോയാൽ നമ്മുടെ അരിവാൾ ചുറ്റിക നഷ്ടമാകുമെന്നും പാർട്ടിക്ക് നീരാളിയെയോ മരപ്പെട്ടിയെയോ ചിഹ്നമാക്കേണ്ടി വരുമെന്നുമായിരുന്നു. എന്തായാലും ബാലൻ്റെ പ്രവചനമൊക്കെ സത്യമാകാൻ ഇനി അധികം കാലമില്ല. AK ബാലനും വിജയരാഘവനും പിന്നെ കണ്ണൂർ സംഘമായ ജയരാജന്മാരും ഇവരുടെ മുഴുത്തതും ചെറുതുമായ സ്ത്രീവേഷങ്ങളും കൂടി മാറി മാറി ഇറങ്ങി പ്രസ്താവന നടത്തിയാൽ തന്നെ ഈ പാർട്ടി സ്വയം കുഴിയിൽ ഇറങ്ങിക്കിടക്കും. ഗോവിന്ദൻ്റെ കാർമ്മികത്വവും പിണറായി വിജയൻ്റെ അനുഗ്രഹാശിസും കൂടിയാകുമ്പോൾ സംഗതി കുശാലായിരിക്കും.